ലോകം ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ വൻ ശക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. പശ്ചിമേഷ്യയിൽ യുദ്ധം കത്തുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതോടെ ലോകം ഒരു എനർജി ക്രൈസിസിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഇതാ വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വമ്പൻ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പ്രഖ്യാപനം വെറും ഒരു പ്രസംഗമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടെ ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി വരാൻ പോകുന്നു. അതിനേക്കാൾ വലിയ സർപ്രൈസ് എന്താണെന്നോ? ഇതിന് പിന്നിൽ ഇന്ത്യയുടെ സ്വന്തം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വലിയൊരു പിന്തുണയുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ട്രംപും അംബാനിയും കൈകോർക്കുമ്പോൾ ലോക എണ്ണ വിപണിയിൽ ആര് വാഴും? പശ്ചിമേഷ്യയെ ആശ്രയിക്കാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരാണ് അമേരിക്ക എങ്കിലും 1970-കൾക്ക് ശേഷം അവിടെ കാര്യമായ പുതിയ റിഫൈനറികൾ ഒന്നും വന്നിട്ടില്ല. നിലവിലുള്ള റിഫൈനറികൾ എല്ലാം തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സപ്ലൈ തടസ്സപ്പെട്ടതോടെ സ്വന്തം നാട്ടിൽ എണ്ണ ശുദ്ധീകരിക്കേണ്ടത് അമേരിക്കയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി. ട്രംപിന്റെ നയം വളരെ ക്ലിയർ ആണ്: എനർജി ഇൻഡിപെൻഡൻസ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം എണ്ണ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ പുതിയ വമ്പൻ പദ്ധതിക്ക് പിന്നിൽ ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സാങ്കേതിക സഹായമോ നിക്ഷേപമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് റിലയൻസിനെ ഇതിലേക്ക് നോക്കുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സ് ജാംനഗറിൽ വിജയകരമായി നടത്തുന്നവരാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. സങ്കീർണമായ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് മികച്ച ക്വാളിറ്റിയുള്ള പെട്രോളും ഡീസലും ഉണ്ടാക്കാനുള്ള റിലയൻസിന്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ലോക പ്രശസ്തമാണ്. ഇന്ത്യയിലെ ഈ കരുത്ത് അമേരിക്കൻ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് ആഗോളതലത്തിൽ ഒരു പുതിയ സഖ്യത്തിന് വഴി തുറക്കുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള എണ്ണ കപ്പലുകൾ വരുന്നത് നിലച്ചു. ഇത് അമേരിക്കയിലെ ഗ്യാസോലിൻ വില കുത്തനെ കൂട്ടി. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഷെയിൽ ഓയിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ പുതിയ റിഫൈനറികൾ കൂടിയേ തീരൂ. ട്രംപ് പറയുന്നത് ഇതിലൂടെ അമേരിക്കയെ വീണ്ടും ഡൊമിനന്റ് എനർജി പവർ ആക്കുമെന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകത്തെ തളർത്തുമ്പോൾ അമേരിക്ക തങ്ങളുടെ എനർജി സെക്ടർ റീബൂട്ട് ചെയ്യുകയാണ് എന്ന് ചുരുക്കം. ഇതിലൂടെ വരും വർഷങ്ങളിൽ ലോക വിപണിയിൽ ഒപെക് രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ ട്രംപിന് സാധിച്ചേക്കാം. ഇനി ഇത് ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. റിലയൻസ് പോലുള്ള ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കൻ എനർജി സെക്ടറിൽ ഇത്രയും വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല, അമേരിക്കയിൽ ഉൽപാദനം കൂടുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ സഹായിക്കും. ഇന്ത്യയെ പോലെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. തീർച്ചയായും ഈ പദ്ധതിക്ക് വലിയ വെല്ലുവിളികളുണ്ട്. അമേരിക്കയിലെ ശക്തമായ പരിസ്ഥിതി സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് പ്രോത്സാഹിപ്പിക്കുന്നത് ആഗോള താപനത്തിന് കാരണമാകുമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ട്രംപിന്റെ മറുപടി ഇക്കണോമി ഫസ്റ്റ് എന്നാണ്. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അമേരിക്കൻ കുടുംബങ്ങളുടെ ഇന്ധന ചെലവ് കുറയുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഇനി സാധാരണ റിഫൈനറികളെക്കാൾ അഡ്വാൻസ്ഡ് ആയ ഒരു നെക്സ്റ്റ് ജനറേഷൻ റിഫൈനറിയാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. ഇത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഔട്ട്പുട്ട് നൽകുന്ന തരത്തിലുള്ള ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും. ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളും ഡീസലും ലോക വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. സൗദി അറേബ്യയും UAEയും ഈ നീക്കത്തെ വളരെ ആശങ്കയോടെയാണ് നോക്കുന്നത്. അമേരിക്ക സ്വന്തമായി റിഫൈനറികൾ സ്ഥാപിച്ച് സ്വയം പര്യാപ്തമായാൽ മിഡിൽ ഈസ്റ്റിന്റെ വിലപേശൽ ശേഷി ഇല്ലാതാകും. ഇറാൻ യുദ്ധം കാരണം തടസ്സപ്പെട്ട സപ്ലൈ ചെയിൻ പുനഃസ്ഥാപിക്കാൻ ഈ പുതിയ പ്ലാന്റുകൾ സഹായിക്കും. ലോകം മുഴുവൻ പണപ്പെരുപ്പത്താൽ പൊറുതിമുട്ടുമ്പോൾ ഇന്ധനവില കുറയ്ക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അമേരിക്കയിൽ പുതിയ റിഫൈനറി വരുന്നത് ആഗോള ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വലിയൊരു പ്രൈസ് കറക്ഷൻ കൊണ്ടുവരും. ഇത് ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിലും വില കുറയാൻ കാരണമായേക്കാം, അതും ദീർഘകാലാടിസ്ഥാനത്തിൽ. നവംബറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപ് കളിക്കുന്ന വലിയൊരു മാസ്റ്റർ സ്ട്രോക്കാണിത്. ഞാൻ വന്നാൽ എണ്ണവില കുറയും, അമേരിക്ക വീണ്ടും ശക്തമാകുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ സൗഹൃദവും റിലയൻസിനെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചേക്കാം. ഈ പുതിയ റിഫൈനറി യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കുമെങ്കിലും ഇതിന്റെ പ്രഖ്യാപനം തന്നെ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇറാൻ യുദ്ധം നൽകിയ ആഘാതത്തിൽ നിന്ന് ലോകം കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം വലിയ പദ്ധതികൾ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ലോകം മറ്റൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ബിസിനസ് കരുത്തും അമേരിക്കയുടെ രാഷ്ട്രീയ കരുത്തും ഒന്നിക്കുമ്പോൾ എണ്ണ വിപണിയിൽ വലിയ അട്ടിമറികൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.